സംസ്ഥാനത്ത് വ്യാപകമായിട്ട് നടക്കുന്ന ഭജൻസും തിരുനാവായയിൽ നടന്ന കുംഭമേളയും എല്ലാം ഈ സംഘപരിവാർ പ്രൊജക്ട് ആണ് എന്ന കാര്യത്തിൽ എന്തായാലും സംശയം വേണ്ട. 2031 കേരള ഭരണം പിടിക്കാനുള്ള BJP പദ്ധതി പ്രകാരം തന്നെ സംശയം വേണ്ട. ഇതാണ് പ്രഖ്യാപനം വന്നിട്ടുണ്ട്. പക്ഷെ ഒന്ന് വിട്ടുപോയിട്ടു. അയ്യപ്പ സംഗമം ഇപ്പൊ നടന്നില്ല, ഒരു അയ്യപ്പ സംഗമം, അതും സംഘപരിവാർ അജണ്ട കേട്ടോ, അത് മറക്കണ്ട. ഇടങ്ങളിലും RSS ഗണഗീതം ആളുകൾ കൂട്ടമായിരുന്നു പാടുന്നത് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയകളിലും വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒന്നാണ്. ഈ സംഘപരിവാർ സംഘടനകളും അവരോട് അനുഭാവമുള്ള ഈ ഗണഗീതത്തെ കൊണ്ട് തോറ്റു അല്ല പിന്നെ എവിടെ പാടുക. നേരത്തെയും ഉത്തേജിപ്പിച്ച് ഉത്തരേന്ത്യയിൽ ഇതിന് സമമായിട്ടുള്ള ഒരു അന്തരീക്ഷം കേരളത്തിലും ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ആദ്യ പ്രകടനമാണ് തിരുനാവായയിൽ നാം കണ്ടിരിക്കുന്നത്. കുംഭമേള സംഘടിപ്പിക്കുന്നത് സംബന്ധമായി മദ്യവും മറ്റു പല ലഹരികളുടെ ഉത്തേജനം അല്ലാണ്ട് വേറെ ഒരു ഉത്തേജനവും കേരളത്തിലെ ഭൂരിപക്ഷത്തിന് അലൗഡല്ല. അത് മനസ്സിലായിട്ടില്ല. എന്താ ഭായി ഈ ഉത്തരേന്ത്യ പറഞ്ഞത് 2017 ഉണ്ടാകും ചേച്ചി. തിരുനാവായയിൽ നാം കണ്ടിരിക്കുന്നത് കുംഭമേള സംഘടിപ്പിക്കുന്നത് സംബന്ധമായി തുടക്കത്തിലുണ്ടായ എതിർപ്പിനെ പോലും അനുകൂലമാക്കി മാറ്റാനും അവർക്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ആരെതിർത്ത്? സർക്കാരിലെ എതിർത്ത്, അല്ലാണ്ട് ന്യൂനപക്ഷങ്ങളോ ബാക്കിയുള്ള മതേതര നിഷ്പക്ഷ ജനതയൊന്നുമല്ല എതിർത്ത്. പേപ്പറില്ല, പെർമിഷൻ ഇല്ല എന്നിട്ടല്ലേ എതിർത്ത് ചേച്ചി. എന്നൊരു കാര്യം ഇവിടെ വ്യക്തമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് നിലവിൽ CPM ആണ്. ഈ CPMന്റെ അതായത് ഇടതുപക്ഷത്തിന്റെ ഈ വോട്ട് ബാങ്ക് പൊളിക്കാതെ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM. ഓരെന്തിനാ വർഗീയക്കാരൊക്കെയാണ്? ഒരു വർഗീയക്കാരാ? ഹിന്ദു ഭൂരിപക്ഷം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, പിന്തുണക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അത് CPM ആണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാറുണ്ട്. ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. ഒരു ഏറ്റവും വലിയ വർഗീയ പാർട്ടി ആയില്ലേ ചേച്ചി? എന്താ ചേച്ചി പറയുന്നത്? ഈ മറ്റ് മതസ്ഥരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആത്മീയ കാര്യങ്ങളിലും അതുപോലെ തന്നെ പരിപാടികളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്ന സ്വഭാവമാണ് പൊതുവെ ഹൈന്ദവ സമൂഹത്തിലെ വലിയ വിഭാഗവും കാണിക്കാറുള്ളത്. മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളെ പോലെ ഒരു സെമറ്റിക് മതമല്ലാത്തതും ഇതിനൊരു പ്രധാന കാരണമാണ്. ഈ രീതിയിൽ നിന്നും ഒരു നിരീശ്വരവാദത്തെ വെളുപ്പിക്കുന്ന, മഹത്വവൽക്കരിക്കുന്ന ഒരു സെന്റൻസാണ് ഇപ്പൊ നിങ്ങൾ കേട്ടതിട്ടോ. ആത്മീയന്ന് വിട്ടു നിൽക്കുന്ന ഭൂരിപക്ഷ വിഭാഗം ഹിന്ദു വിഭാഗം, എന്നാൽ മുസ്ലിംസ് ക്രിസ്ത്യൻസ് ആഗ്രഹമില്ല, കാരണം അവർ സെമറ്റിക് മതമാണ്. അപ്പൊ നമ്മൾ ഹിന്ദു മതം എന്താ സെറാമിക് മതോ? അവർക്ക് എന്താ ആത്മീയത ഭക്തി ഒന്നും പാടൂലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഭരണഘടനല്ലേ, ജനാധിപത്യല്ലേ വൈ? അവർക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഭക്തിയോട് ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ നിന്നൂടെ. ഇതിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഭക്തിയിലൂടെ കയറി ഹൈന്ദവ വിശ്വാസികളുടെ ചിന്താശക്തിയെ സ്വാധീനിക്കുക എന്നൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഒടുവിൽ നിങ്ങൾ പേടിക്കണ്ട. ബിവറേജ് വിട്ടിട്ടുള്ള ഒരു ഭക്തിക്കൊന്നും നമ്മൾ തയ്യാറാവില്ല. ഒരു പേടിയും പേടിക്കണ്ട. അതല്ല നിങ്ങളുടെ ഭക്തിയുടെ ലഹരിയിൽ നിങ്ങളുടെ പേടി, അത് പേടിക്കണ്ട കേട്ടോ. തന്നെയാണ് 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2031 മോദി കുംഭമേളയ്ക്ക് വരും. അപ്പൊ 2029 പാർലമെന്റ് ഇലക്ഷന് മോദി തന്നെ ജയിക്കും. അതാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞു വെക്കണേ. ഇത്ര ഹിന്ദുത്വ അജണ്ട ഒക്കെ പറഞ്ഞു ചേച്ചി പറയുന്നത് അയാൾ തന്നെ പ്രധാനമന്ത്രി ആവുന്നതന്നെയാണല്ലേ. സമ്മതിക്കട്ടോ, സമ്മതിക്കണം.